ഇന്ത്യ പാകിസ്ഥാൻ. ഹോ വെൽക്കം ബാക്ക് ടു FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്. നമ്മളങ്ങനെ റെസ്ട്രിക്റ്റഡ് ബോർഡർ ഏരിയ എത്തി. ഇവിടെ സെന്റിനൽസ് ഓഫ് ഷിയോഗ് എന്ന വലിയൊരു ബോർഡ് ഉണ്ട്. ആ റെജിമെന്റ് ആണ് നമ്മുടെ ഈ ഷിയോഗ് താഴ്വരയെ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. വെൽക്കം ടു ബോർഡർ വില്ലേജ് താങ്, ലാസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ, ഡിസ്റ്റൻസ് 3.5 കിലോമീറ്റർ. അപ്പോൾ ഒരു 3.5 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ താങ്ങിലെത്താണ്. താങ് ആണ് നമ്മുടെ LOC ലൈൻ ഓഫ് കൺട്രോളിലെ ഇൻഡോ പാക് ബോർഡറിലെ ലാസ്റ്റ് ആക്സസിബിൾ വില്ലേജ്. ഈ അതിർത്തി മലകൾക്കിടയിൽ ഇങ്ങനെ ഇടുങ്ങി കിടക്കുന്ന ഒരു കുഞ്ഞൻ ഗ്രാമമാണ് താങ്. പുറപ്പുറത്ത് വൈക്കോലും വിറകും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണക്കാനിട്ടിരിക്കുന്ന സൂക്ഷിക്കുന്ന ചെറിയ വീടുകൾ കാണുന്നുണ്ട്. കുറച്ച് പച്ചപ്പുണ്ട്. ഗ്രാമം വളരെ ചെറുതാണ്. ആകെ ഒരു 100-110 മനുഷ്യർ ഇവിടെ ഉള്ളൂ. അവർ ബാൾട്ടി എത്നിസിറ്റി ഉള്ളവരാണ്, അതുപോലെ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. ലേയിൽ നിന്ന് ഏകദേശം 220 കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക്. അതുപോലെ നമ്മളിപ്പോൾ തുർത്തുക്ക് കടന്നിട്ട് ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞു. പെട്ടെന്ന് വഴി കഴിഞ്ഞു എന്ന് തോന്നി. ഷിയോഗ് നദി ഇങ്ങനെ ഉണങ്ങി കിടക്കുകയാണ്. അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോണ പോലെയാണ് നമ്മുടെ വഴി. പിന്നെയും മലകൾ മാത്രമായി. ഇവിടുന്ന് അതിന്ന് ഒരു കല്ലെടുത്തുണ്ടെങ്കിൽ ബാക്കി എല്ലാം കൂടി ഇങ്ങോട്ട് വീഴും. മറ്റേ എള്ളുണ്ട അല്ല ഔലോസ് പൊടി കൊത്തിണ്ടാക്കിയ പോലെയുണ്ട്. നല്ല തരി കൂടുതലാ ഔലോസ് പൊടിയില്. തേങ്ങയല്ല കട്ട പിടിക്കും. അരിപ്പൊടി ഇങ്ങനെ വറക്കുമ്പോഴേ കൂടുതൽ ഉണ്ടാവും. കടിക്കുമ്പോൾ നല്ല രസം. ഔലോസ് ഉണ്ടാ തിന്ന കാലം മറന്നു. ഔലോസിന്റെ പൊടി കുറെ തിന്നുണ്ട്. തിന്നൊരു പരുവായി. ശരിക്കുള്ള വഴി തന്നെയാ. സ്റ്റിയറിംഗ് പിടിക്കാണ്ടുള്ള കളി വേണ്ട. അതിന്റെ വഴിക്ക് പോകാൻ സമ്മതിക്കണം. അതല്ലേ, പ്രത്യേകിച്ച് ഈ കല്ലോട് കയറുമ്പോ. ഇതും ശരിയാണ്. അതെ, റോഡ് കറക്റ്റ് കുഴിക്ക് വീണോളൂ. ഇപ്പൊ കുഴി കുറഞ്ഞ് വീണോളൂ പോകും. അത്ര വലിയ കുഴിയല്ല, 2 കല്ലിന്റെ ഇടയിലത്തെ ഒരു കുഴി. ഫുൾ ബോഡി മസാജ്. ഇത് എൻഡോസിന്റെ അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. നാളെ പാങ്കോങ്ങിക്ക് പോണ വഴി കാലും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. വഴി നന്നാക്കാൻ ബിആർക്ക് അറിയാണ്ടല്ല, ആരും അങ്ങോട്ട് ഓടിച്ചെല്ലണ്ടെന്ന് വെച്ചിട്ടാ. ലാസ്റ്റ് വില്ലേജ് അല്ലേ, വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരുന്നോട്ടെ വെച്ചിട്ടാണ്. BRന്റെ ബോർഡ് സാരേ ജഹാം സെ അച്ഛാ ഹിന്ദു സിത്ത ഹമാര. ഹിന്ദി വായിക്കപ്പോ സമയം എടുക്കാണ്. നമ്മൾ തീരെ വായിക്കണില്ലല്ലോ. പറയണ പോലെ എളുപ്പമല്ല അപ്പൊ അത് കാരണം. തിരിച്ചു വരുമ്പോൾ വേറെ വണ്ടി അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ പണിയാ. പക്ഷെ നീ മിടുക്കനല്ലേ, നിനക്കതൊന്നൊരു പ്രശ്നമല്ലല്ലോ ഓസ്റ്റിൻ. അറിയാണ്ട് നമ്മൾ പാകിസ്ഥാനിൽ പറഞ്ഞോളപ്പോഴേക്ക് എത്തി. ചെറിയ ഗ്യാപ്പിലെടുത്താ വന്നത്. UK ഇങ്ങനെ ഓടിച്ചോടിച്ച് അറിയാണ്ട് പാകിസ്ഥാനിൽ കടക്കുവോ? കടക്കല് മാത്രമേ അറിയാണ്ടുണ്ടാവുള്ളൂ. കടന്നു കഴിയുമ്പോ ഇവരറിയാം. കൊള്ളാം. You are 2.2 kilometers from Pakistan occupied Jammu and Kashmir. ഗിൽഗിത് ബാൾട്ടിസ്ഥാൻ. നമ്മൾ നമ്മുടേതെന്നും അവർ അവരുടേതെന്നും പറയുന്ന JKയുടെ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. കടക്കല്ല, അത് കാണാൻ. ആ ഭാഗത്തേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല, പാക് ഒക്യുപ്പൈഡ് കശ്മീരാണല്ലോ. നമ്മുടെ ഈ ഷിയോഗ് നദി തിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് ഇങ്ങനെ ലഡാക്കിലൂടെ ഒഴുകി പാകിസ്ഥാനിലേക്കാണ് പോണത്, ബാൽട്ടിസ്ഥാനിലേക്ക്. നദികൾക്കറിയില്ലല്ലോ അതിരുകളൊന്നും. പക്ഷേ അതിരുകളിലെ മനുഷ്യരുടെ ജീവിതമൊക്കെ വളരെ ദുഷ്കരമാണ് കേട്ടോ. നമ്മളിങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ സന്ദർശിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, കുറച്ച് മനുഷ്യർ ആരുമായിട്ടൊരു ബന്ധമില്ലാതെ പരിമിതമായ സാഹചര്യങ്ങളിൽ ഇങ്ങനെ ദുഷ്കരമായ ക്ലൈമറ്റിലൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത്. അതായത് 2010 വരെയും ഈ താങ്ങിലെ മനുഷ്യർക്ക് ആരുമായിട്ടൊരു ബന്ധം സാധ്യമല്ലായിരുന്നു. ആർക്കും ഇങ്ങോട്ട് പ്രവേശനം തന്നെ ഉണ്ടായിരുന്നില്ല, റോഡും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ലോക്കലായിട്ട് ഒരു പെറ്റീഷൻ കൊടുത്തിട്ടാണ് ഇന്ത്യക്കാർക്ക് ഇവിടേക്ക് കടക്കാമെന്നുള്ളത്. അതായത് അന്ന് ഹൊണ്ടർ വരെയൊക്കെ എത്തിയാൻ പറ്റിയിരുന്നുള്ളൂ, പിന്നെ തുർത്തുക്ക് വരെ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മനുഷ്യർക്ക് കടക്കാൻ പറ്റിയത്. ഈ റോഡ് തന്നെ പണിത് 2021 അതിനുശേഷമാണ് നമുക്ക് ഇങ്ങനെ കാറിലൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റുന്നത്. നമ്മൾ അതിർത്തി പോയിന്റ് എത്തി. ഇടുങ്ങിയ വഴികളാണെങ്കിലും പാർക്കിങ്ങിലോട്ട് നല്ല വിശാലമായിട്ടുണ്ട്. അതൊരു സന്തോഷം. ബോർഡർ അവരവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കും നമ്മളെ. ഇവിടുന്ന് നമ്മുടെ പട്ടാളം അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ വന്നിറങ്ങി. ബോർഡറിലെ
അപ്പൊ ബൈനോക്കുലർ തപ്പാണ്. ബൈനോക്കുലർ പാകിസ്ഥാനിൽ അങ്ങനെ നോക്കാന്ന് വെച്ചിട്ടാണ്. ഇവിടെ ഈ ടാക്സി വണ്ടികളിലൊക്കെ ഈ ഒരു സ്റ്റിക്കർ ഉണ്ട് കോമൺ ആയിട്ട്. ലഡാക്ക് ടൂറിസം, മിസ്റ്റിക്കൽ മാജിക്കൽ ലഡാക്ക്, മിസ്റ്റിക്കൽ മാജിക്കൽ സ്പിരിച്വൽ. അങ്ങനെ ശരിയാണ്, ഒരു പ്രത്യേക ഒരു സ്ഥലമാണല്ലോ. നമ്മൾ കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന പോലെ അവരുടെ ഒരു സ്ലോഗൻ ഇതാണ്. ആ മാപ്പില് ലഡാക്ക് കംപ്ലീറ്റ് ആണ് കേട്ടോ. ചുറ്റുമലനിരകൾ. ഇവിടെ ലാസ്റ്റ് റെസ്റ്റോറൻറ്റ് ഓൺ ദ ബോർഡർ എന്ന് എഴുതിയിട്ടൊരു 2-3 അങ്ങനെ ഈറ്റിംഗ് സ്പോട്ട്സ് ഉണ്ട്. നമുക്ക് ബോർഡർ വ്യൂ പോയിന്റിലേക്ക് നടക്കാം. ഇന്തോ പാക് ബോർഡറിലെ നോർത്തേൺ മോസ്റ്റ് വില്ലേജ് ആയിട്ടുള്ള താങ്ങിലെ ഈ വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് 2.2 കിലോമീറ്റർ അപ്പുറത്ത് കാണുന്നത് താങ്ങിൻ്റെ ഒരു സിസ്റ്റർ വില്ലേജ് ആയിട്ടുള്ള പാകിസ്ഥാനിലെ ലാസ്റ്റ് വില്ലേജ് ആണ്. 47 സ്വാതന്ത്ര്യത്തിൻ്റെ ഒപ്പം തന്നെ ഇത് വിഭജിച്ചപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യ ഇത് പാകിസ്ഥാനിലേക്കാണ് കൊടുത്തത്. ഈ താങ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇത് 71 ഇന്തോ പാക് വാറിലാണ് താങ് ഇന്ത്യൻ ആർമി തിരിച്ചു പിടിച്ചത്. അങ്ങനെ 1972 ഷിംല കരാറിന്റെ ഭാഗമായിട്ട് ഇത് ഇന്ത്യയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തു. നമ്മളിപ്പോൾ നോക്കി നിൽക്കുന്നത് ലൈൻ ഓഫ് കൺട്രോളിന് അപ്പുറത്തുള്ള ഫ്രാനോ എന്ന് പറയുന്ന ഗ്രാമമാണ്. ആ പച്ചപ്പ് കാണുന്നത് പാകിസ്ഥാനിലെ ലാസ്റ്റ് വില്ലേജ്. ഇവിടെ ബൈനോക്കുലർ വാടകയ്ക്ക് കൊടുക്കണ ആൾക്കാർ ലേഡീസ് നടക്കുന്നുണ്ട്. പെർ ഹെഡ് 50 എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ കയ്യിൽ നോക്കിയിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്കത് നോക്കാം. കണ്ടാ लगी हुई हाँ फेंसिंग आई कैन सी द फेंसिंग सी इसके बाद सूखा मैदान है, नो मेंस लाइन। ओह बीच में रिवर शयोक रिवर सियाचिन ग्लेशियर से आता है इंडिया से पाकिस्तान। इंडिया पाकिस्तान के बीच में रिवर पार रिवर के ऑन द अदर साइड इज पाकिस्तान। दिस साइड से इंडिया खत्म फिनिश, उस साइड से पाकिस्तान शुरू। रिवर पार जो ग्रीन ग्रीन दिख रहा ना पाकिस्तानी एग्रीकल्चर लाइन। ग्रीनी से ऊपर माउंटेन के बीच एक काला सा रोड। हाँ रिवर पार ग्रीनी जस्ट ऊपर पहाड़ के बीच एक काला सा रोड। उसी रोड को फॉलो करो राइट से लेफ्ट की तरह, बिल्कुल लेफ्ट के कोना में पाकिस्तानी बंकर। ओ बंकर। हाँ और सिकेन वाला ग्रीनी पाकिस्तानी विलेज। अब वो ग्रीन उसका नाम फ्रानू विलेज। फ्रानू विलेज है सर। हाँ फ्रानू विलेज। फ्रानू दैट्स ये व्हाट इंडिया का आखिरी गांव था। Thang and Franu. India last village था पाकिस्तानी गांव फ्रानू। Before they were together, yeah? Franu and depression। till then it was together. और इस ये ऊपर का माउंटेन इंडिया में आप इधर देखो, ये ब्राउन पहाड़ इस साइड के पीक सारा पाकिस्तान। ये पाकिस्तान है? ये ऊपर का पीक ये पीक माउंटेन पीक पाकिस्तान, इधर से लेके ये सारा पाकिस्तान। അങ്ങനെ ആ സാര പാകിസ്ഥാനിലേക്ക് നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ പാകിസ്ഥാന്റെ മലനിരകൾ കാണാം, ആ ചെറിയ വില്ലേജ് ഫ്രാനോ വില്ലേജ് കാണാം. നന്നായി സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മലകളിൽ കൂടെ റോഡുകൾ ഇങ്ങനെ പോണത് കാണാം. അത് റോഡ് പോലെ അതൊരു ചെറിയ മതിൽ പോലെയൊക്കെ തോന്നുന്നുണ്ട്. ലൈൻ ഓഫ് കൺട്രോൾ ഇതാണ് ഫ്രാനോ വില്ലേജ്. നമ്മുടെ ഇന്ത്യൻ ലൈൻ ഓഫ് കൺട്രോളിന്റെ അടുത്തുള്ള ബങ്കർ നമുക്ക് കാണാം. നമ്മുടെ മിലിറ്ററി പോയിന്റ് ആണ്. മിലിറ്ററി നമ്മുടെ മനുഷ്യരവിടെ ജീവിക്കുന്നുണ്ട്, നമ്മുടെ പട്ടാളക്കാർ. അപ്പുറത്തും ഉണ്ട് അവരുടെ പട്ടാളക്കാരുണ്ട്. ഈ മലകളുടെ മുകളിലൊക്കെ ബങ്കറുകളുണ്ട്. അതൊക്കെ നമുക്ക് ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയാൽ കറക്റ്റ് ഈ ബൈനോക്കുലറെ കാണാൻ പറ്റും. ये फेंसिंग के पीछे बड़े सूखे मैदान दिख रहे हैं, नो मेंस लाइन है। इसके अंदर माइंस बिछा हुआ है सर, अपनी इंडियन सोल्जर। इसके बाद बीच में रिवर जा रहे हैं, अपनी इंडियन शयोक रिवर है सर। ये താങ്ങിലെ സ്ത്രീകളുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ ബൈനോക്കുലർ വാടകയ്ക്ക് കൊടുത്ത് ഇങ്ങനെ ഗൈഡായിട്ട് അവരെ കാണിച്ചു കൊടുക്കുക. ഇവിടെ ബങ്കേഴ്സ് ഉണ്ട്, അതൊക്കെ അവരിങ്ങനെ കൃത്യമായിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. 50 റുപ്പീസാണ് ഒരു ബൈനോക്കുലറിന് പെർ ഹെഡ് എന്ന് പറഞ്ഞു. ആ മലകളുടെ ഇടയിലെ വഴിയിൽ ചെറിയ ചെറിയ ബങ്കറുകൾ പോലെ ചെറിയ കൂടാരങ്ങളൊക്കെ കാണാൻ പറ്റി നമുക്ക്. ഇത് പാകിസ്ഥാനാണ്. നമ്മുടെ ഇതിൽ സെയിം പവർ തന്നെയാണ് അവരുടെ ഉള്ളത്. എന്നാലും പിന്നെ നമ്മൾ വെറുതെ പറഞ്ഞ അവരുടെ റെന്റിന് എടുത്ത് നോക്കി. ഒരിക്കൽ അവരുടെ തന്നെ അയൽഗ്രാമമായിട്ടുള്ള ഫ്രാനോയിലേക്ക് നോക്കിയിട്ട് അത് പാകിസ്ഥാനാണ്, ഇത് ഇന്ത്യയാണ്, ഇത് ഹമാരി ഇന്ത്യ ഹേ എന്ന് പറയുന്ന ഒരു നിർവികാരത എനിക്ക്, ഒരു ദേശസ്നേഹം ഒന്നല്ല അവരുടെ ശബ്ദത്തിൽ എനിക്ക് തോന്നിയത്, നിർവികാരത മാത്രമാണ്. ഇന്ത്യ പാകിസ്ഥാൻ ഐഫോൺ പാകിസ്ഥാനിക്ക് എറിഞ്ഞു കൊടുക്കാണോ? हाथ से तोड़ता है ना, हाथ से पत्थर से स्टोन से ऐसा नेचुरल है सब इधर का। കുറച്ച് ആപ്രിക്കോട്ടും അങ്ങനെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി. അതാണ് താങ്ങിലെ മറ്റൊരു ഉപജീവന മാർഗം. ഇവിടെ അത്യാവശ്യം ഇതൊക്കെ ഉണ്ടാവുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഇറങ്ങി. അപ്പോൾ ആളുകൾ ഇങ്ങോട്ട് വരുന്ന സമയമാണ്. അടിപൊളി. ഇടത്ത് മാറി വലത്തൊഴിഞ്ഞ് അങ്ങനെ
രണ്ട് പോണം. ഫുള്ള് കല്ലാണ് വശം മുഴുവൻ. അവിടെ നിർത്ത് ഞാൻ പോട്ടെ. കടന്നോ? That was too close. അതിർത്തികളിൽ വഴികൾ മാത്രമല്ല ദുർഘടമായിട്ടുള്ളത്, ഇവരുടെ ജീവിതങ്ങളും വളരെയധികം ഇങ്ങനെയുള്ള വിഷമസന്ധികളിൽ കൂടെയാണ് പോണത്. ഈ ലൈൻ ഓഫ് കൺട്രോൾ 1972 ഇവിടെ വരച്ചപ്പോൾ ഇവർക്ക് സ്വന്തം ബന്ധുക്കൾ പോലും ഫ്രാനു വില്ലേജിൽ തൊട്ടടുത്ത ഗ്രാമം, പക്ഷെ അവർ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഡൽഹിയിലെത്തി അവിടെ നിന്ന് വിസ എടുത്ത് പാകിസ്ഥാനിലേക്ക് കടക്കാനായിട്ട് വാഗ ബോർഡറിൽ കൂടെ കടന്ന് ഇതുപോലെ തന്നെയുള്ള ദുഷ്കരമായ ടെറൈനിൽ കൂടെ അവിടെ സഞ്ചരിച്ച് അങ്ങനെ ഫ്രാനുവിലെത്തി വേണം ഇവർക്ക് സ്വന്തം ചേട്ടനിയന്മാരെയും ബന്ധുക്കളെയൊക്കെ കാണാനായിട്ട്. ഒരു 2 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ലൈൻ ഓഫ് കൺട്രോൾ അല്ല, അവരുടെ വിഭജനം 3000 കിലോമീറ്റർ ദൂരമാണ്. അപ്പോൾ നമ്മൾ തുർത്തുക്കിലെത്തി. താങ്ങിൽ നിന്ന് 10 കിലോമീറ്റേഴ്സാണ് തുർത്തുക്കിലേക്കുള്ളത്. തിരിച്ചു പോവാണ് നമ്മൾ. തുർത്തുക്ക് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആണ്. നല്ല ഗ്രീനറി ഒക്കെ ഉണ്ട്. അത്യാവശ്യം ആപ്രിക്കോട്ട് ഫെസ്റ്റിവൽസും ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഈ പച്ചപ്പിലേക്ക് നോക്കി ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അവിടെ എന്തോ ഒരു ടേഫ് പോലെയോ എന്തോ ഒരു പുൽത്തകിടിയൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലം. കാരണം താങ്ങ് ഈ റൂട്ടിലാകെയുള്ള ഒരു നല്ല ജനവാസമുള്ള സ്ഥലം ഇതാണ്. തുർത്തുക്കിൽ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല റിവ്യൂ കണ്ടുകൊടുത്ത് കയറി ഫുഡ് വന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ ഷെസ്വാൻ നൂഡിൽസ്, മഷ്റൂം മസാല, റൊട്ടി, പിന്നെ ഒപ്പം തന്നെ വ്യൂ ധാരാളമായി. ഈ തണുപ്പത്ത് ഇത് കോൾഡ് വേഗം കഴിക്കാം. തുർത്തുക്കിലെ നമ്മുടെ ലഞ്ച് അവിടെ താഴെ ഉണ്ടായിരുന്നല്ലോ നൊമാഡ് ഹാങ്കർ. വേറൊരു സ്ഥലം മാപ്പിൽ നോക്കിയിട്ട് ഇപ്പോഴാണ് കാണുന്നത്. ഈ ബാൾട്ടി കിച്ചൺ എന്നൊക്കെ പറഞ്ഞ് തനത് ക്യൂസിൻ ഇവിടെ ധാരാളമായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ കയറിയോടത്തും അങ്ങനെ തന്നെയാണ്, പക്ഷെ വലിയ വ്യത്യാസം ടേസ്റ്റിന് തോന്നിയില്ല. ഈ നോർത്ത് ഈസ്റ്റേൺ ഹിമാലയൻ ടേസ്റ്റുകളൊക്കെ നമ്മൾ പരിചയിച്ചുകൊണ്ടായിരിക്കും. എന്തായാലും നല്ല തിരക്കാണ്. നമുക്ക് പാർക്കിംഗ് കിട്ടാണ്ട് ഒരു 100-200 മീറ്റർ ദൂരെയാണ് കൊണ്ടിട്ടിട്ടുള്ളത്. ഈ നദി ഇങ്ങനെ വറ്റി വരണ്ട് കിടക്കുകയാണ്, പക്ഷെ പാലത്തുമ്മക്കൂടെ അത്യാവശ്യം ജനത്തിരക്കുണ്ട്. 47 മുതൽ 1971 വരെ ഈ തുർത്തുക്കും പാകിസ്ഥാൻ്റെ കയ്യിലായിരുന്നു. ഒരു ദിവസം ഇരുട്ടി വെളുത്തപ്പോൾ അവർ ഇന്ത്യയുടെ ഭാഗമായി മാറിയെന്നൊക്കെ നമ്മൾ കാവ്യാത്മകമായി പറഞ്ഞാലും അതായിരിക്കില്ല ഇവിടുത്തെ മനുഷ്യർ അനുഭവിച്ചത് എന്നുള്ളത് നമുക്കറിയാം. ഷ്യോക്കിൽ ഉരുളങ്കല്ലുകൾ മാത്രം, ഇടയിൽ കൂടെ ഒരു ട്രിക്കിൾ ഓഫ് വാട്ടർ. ഈ തുർത്തുക്കിൻ്റെ പ്രത്യേകത ഇവിടെ നിറയെ പഴത്തോട്ടങ്ങളുള്ള സ്ഥലമാണ്. ആപ്രിക്കോട്ടും ബദാമും അങ്ങനെ ധാരാളമായിട്ടുണ്ടാകുന്ന സ്ഥലമാണ്. ഹോം സ്റ്റേകളുണ്ട്. ടൂറിസ്റ്റുകൾക്ക് രാത്രിയൊക്കെ താമസിക്കാൻ ഇഷ്ടമുള്ള ഒരു ശാന്തമായ സ്ഥലം. ഈ പാലത്തിനോട് ചേർന്ന് നമ്മളൊരു ഇടവഴി കൂടെ ഇങ്ങനെ പോകുമ്പോൾ നിറയെ ഷോപ്പുകളുണ്ട്. അലി കാർപ്പോ ബ്രാസ് ആൻഡ് കോപ്പർ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, ഓത്തൻറ്റിക് ആൻഡ് ഹാൻഡ് ക്രാഫ്റ്റഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ വളരെ സ്പെഷ്യലായിട്ടുള്ള സംഭവമാണ് കിച്ചൺ വെയർ. കോപ്പറിലും ബ്രാസിലും ഒക്കെയുള്ള കിച്ചൺ വെയർ ഇങ്ങനെ അയാൾ ഇരുന്ന് ചെയ്യുന്നത് വളരെ പ്രത്യേകതയായിട്ട് തോന്നി. നമ്മുടെ കൺമുന്നിൽ തന്നെ വെച്ച് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളിതൊക്കെ മെഷീൻ മെയ്ഡായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, പക്ഷേ ദിസ് ഈസ് ഹാൻഡ് മെയ്ഡ് ആൻഡ് വളരെ പെക്യുലർ ആയിട്ടുള്ളൊരു കളക്ടേഴ്സ് ഐറ്റമാണ് ഇവിടുത്തെ ഈ ബ്രാസ് വെയർ ഒക്കെ. അതായത് ധാരാളം സംഭവങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട് ചെയ്ത് കഴിഞ്ഞത്. ഇങ്ങനെ കൈകൊണ്ട് കൊത്തിയെടുത്ത്, ഇത് വെറും സ്പൂൺ കൊത്തലല്ല, ഇതും ഇങ്ങനെ ജിയോമെട്രിക് ആയിട്ടുള്ള ഡിസൈൻസും അങ്ങനെയുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള സംഭവങ്ങൾ ഇതിൽ എൻഗ്രേവ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ മെറ്റൽ ആർട്ട് മാത്രമല്ല, ഇവിടുത്തെ ഹാർഡ് റോക്കിൽ വലിയ വലിയ അടുക്കള പാത്രങ്ങൾ കൊത്തിയെടുക്കാനും ഒരു വിദഗ്ധരാണ്. അതുപോലെ ടെക്സ്റ്റൈൽസും ഇവിടെ വളരെ സ്പെഷ്യലാണ്. ഒരു പട്ടാളം വരുന്നുണ്ട്. എന്താണ് ആ ഉദ്ദേശം? താങ്ങിൽ നമ്മളിന്ന് കുറച്ച് നീങ്ങിയിട്ടേ ഉള്ളൂ. അതിർത്തിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വേഗം വണ്ടി വിടാം. ഇതിലിങ്ങനെ വൺ സൈഡ് മാത്രമാണ് സ്മൂത്തായിട്ട് കടന്നു പോകുള്ളൂ. അത് തന്നെ വലിയ കാര്യം. മീൻസുള്ള റോഡ് കാണുമ്പോൾ തന്നെ ഒരു സമാധാനം. വൺ അറ്റ് എ ടൈം ബെയിലി പാലത്തിലൂടെ തിരിച്ച് കടക്കുകയാണ്. ഇവിടെ നല്ല രസമായിട്ട് ഇങ്ങനെ ടർക്കോയിസ് ഗ്രീൻ ആൻഡ് ബ്ലൂ ആയിട്ട് ഒഴുകുന്നുണ്ട് നമ്മുടെ ഷ്യോക്ക്. അതെന്താണാവോ ചില ഏരിയകളിൽ മാത്രം ഇങ്ങനെ ഡ്രൈ അപ്പ് ചെയ്ത്, പ്രത്യേകിച്ചും തുർത്തുക്കിലും താങ്ങിലും ഒക്കെ. താങ്ങിലില്ല, പുഴ കണ്ടില്ല. പാലത്തിനറ്റത്ത് ദേശീയ പതാക. സമയം 3:30. സൂര്യൻ ഇങ്ങനെ നിന്ന് കത്തി ജ്വലിക്കുന്നുണ്ട്. നല്ല വെയിലാണ്, ഒരു രക്ഷയില്ല. തണുപ്പും വെയിലും പൊടിയും ഒക്കെ കൂടി ഒരു പരുവാവും. ക്ലൈമാറ്റിക് ചേഞ്ചസ് നാളെ ശരിക്കും എന്നെ തൊണ്ടയ്ക്ക് പിടിക്കുന്നുണ്ട്.
നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നും. വഴിയുടെ എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് പൊടിയുണ്ട്. പാട്ടിട്ടില്ലെങ്കിലും സ്കേരി തന്നെയാണ്. വഴിയുടെ അവസ്ഥ ഭയങ്കര മോശമാണ്, നന്നായിട്ട് പൊടി കയറും. സ്റ്റാച്യു പോലെയാണ് നിൽക്കണത് കേട്ടോ. അന്നങ്ങാണ്ട് ഒരു മുഖമൊക്കെ മൂടി പൊട്ടി മൂടി വല്ലാത്ത ഒരു അവസ്ഥ തന്നെയല്ലേ ഇങ്ങനെ പണിയണവരുടെ. വണ്ടിയുടെ ഫിൽറ്ററൊക്കെ മാറ്റണ്ട ശരിക്കും. സമയം മരുഭൂമിയിൽ കൂടെ പോയപ്പോ ഒന്നും പൊടിയായിരുന്നില്ല. AC ഫിൽറ്റർ സോറി, ഞാൻ ആദ്യത്തെ വഴി. ഓ, എന്തൊരാശ്വാസം, എന്ത് സമാധാനം. നല്ല കറുത്ത് മിനുത്ത റോഡ് കാണുമ്പോൾ അടിപൊളി. നമ്മൾ പറഞ്ഞോളൂ അല്ലേ, നമ്മൾ വരുമ്പോഴേക്കും റോഡൊക്കെ ശരിയാക്കിയോളൂ എന്ന്. അക്ഷരം പ്രതി ടാറിട്ടുകൊണ്ടിരിക്കുക. ഇത് നല്ല ബിയാറോ. തങ്ങെന്താ ആലോചിക്കണേ, എന്തൊക്കെയാണല്ലേ ഈ ലോകത്ത് സ്ഥലങ്ങൾ. ഇന്ത്യയുടെ അവസ്ഥ ഓ, ഇതാണല്ലോ നമ്മൾ ഇന്നലെ സാൻഡ് ഡ്യൂൺസിൽ കൂടെ സഫാരി ചെയ്ത സ്ഥലം, ക്യാമൽ സവാരി. അടിപൊളിയാണ് ഇതിങ്ങനെ ഈ റോഡിൽ നിന്ന് നോക്കുമ്പോൾ. നമ്മൾ നേരത്തെ ആ ഡ്യൂൺസിൻ്റെ ഉള്ളിൽ കൂടെയാണല്ലോ അങ്ങോട്ട് പോയത്, പക്ഷേ തിരിച്ചു വരുമ്പോൾ ഈ ഹൈവേ കൂടെ തന്നെ. ഹൈവേ നമുക്കായി തുറന്നിട്ടിട്ടുണ്ട്. വൺ സൈഡാണ് ഹൈവേ, മറ്റേ സൈഡ് പണിയാണ്. അപ്പോൾ ഇതൊരു പ്രത്യേക ഭംഗിയാണ്. ഇങ്ങനെ ഇവിടെ നോക്കുമ്പോഴാണ് ഇത് ശരിക്കുള്ള, ഇപ്പോഴും ഡിസ്റ്റൻസ് ലെൻസ് എൻചാൻമെൻറ്റ് ടു വ്യൂ എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. രസമാണ് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ബിസ്ക്കറ്റിൽ തിരിച്ചെത്തി. വണ്ടി പൊടി പിടിച്ച് പൊടി വണ്ടിയായി. ഇപ്പോൾ നമ്മൾ ക്യാനിൽ സൂക്ഷിച്ച ഡീസൽ ഒഴിക്കുകയാണ്. പിന്നെ ഹൗസ് ഡീസൽ ഫില്ലിംഗ് ആണ്. തുറത്തുപ്പിയിലൊക്കെ പൊടി പിടിച്ചിട്ടുണ്ട് നന്നായിട്ട്. ലേയിൽ നിന്ന് ഹൗസിനെ കുറച്ച് നേരത്തെ അങ്ങോട്ട് മേടിച്ച് വയ്ക്കാൻ തോന്നിയിട്ട് മേടിച്ചതാണ്. പിന്നെ അത് വണ്ടിയിൽ ഇതിങ്ങനെ തുള്ളി തുളുമ്പുമ്പോൾ അതൊരു വിഷമം. അപ്പം എന്നാൽ പിന്നെ ഇത് അങ്ങോട്ട് നിറച്ച് വെച്ചേക്കാം എന്ന് കരുതി. നിറയുമ്പോൾ അറിയില്ലേ നമ്മള്. ഭയങ്കര വെയിലാണല്ലോ. കഴിയല്ലോ, കഴിയണേ അടിച്ചോ, മുഴുവൻ അടിച്ചോ.
ഇനി വണ്ടി ഒന്ന് കഴുകേണ്ടിയും വരും. പൊടിയാണ് ഇവിടുത്തെ മെയിൻ കേട്ടോ. ഈ ഹുണ്ട സാൻഡ് ഡ്യൂൺസ് ഈ ഏരിയയിലൊക്കെ താങ്ങലിയുമൊക്കെ റോഡ് പണിയുടെയാണ് താങ്ങലൊക്കെ. പക്ഷെ ഇവിടെ സാൻഡ് ഡ്യൂൺസിന് എപ്പോഴും ഇങ്ങനെ പൊടി അടിച്ചുകൊണ്ടിരിക്കും. നല്ലൊരു ടയറിങ് ജേണി തന്നെയായിരുന്നു എന്ന് പറയാം. കാരണം കുലുങ്ങി ആകെ വഴി കണ്ടുവല്ലോ, ഭയങ്കര മോശമായിരുന്നു ത്രൂ ഔട്ട്. പക്ഷെ ഓസ്റ്റിൻ വന്ന പാടെ ചാടി ഇറങ്ങി അതൊക്കെ നന്നായി പൊടി പിടിച്ചിട്ടുണ്ട് വണ്ടിയുമായി. കാലത്ത് കഴുകിയത് വെറുതെ ആയിപ്പോയി. പിന്നെ നമ്മുടെ ക്യാനിൽ നിറച്ച് വെച്ച ഡീസൽ ഇതാ ഒഴിച്ച് അത് ഫില്ല് ചെയ്ത് എംറ്റി ആക്കി. ഇനി അത് തുള്ളിത്തുള്ളിമ്പി ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. സമയം 6 മണി കൃത്യം. അപ്പം സമയം 6 മണി. പക്ഷേ വെളിച്ചം നല്ല വെളിച്ചമാണ്. അതെ അതെ, നല്ല വെയിലുണ്ട്. പക്ഷെ കുളിർക്കാറ്റടിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്കിനി വേഗം നന്നായി ഒന്ന് വെളിച്ചെണ്ണയൊക്കെ തേച്ച് വൃത്തിയായി തലയൊക്കെ മുതൽ കുളിച്ച് എനിക്കൊന്ന് ആവി പിടിക്കണം. അത്യാവശ്യം ചെസ്റ്റിൽ പൊടി കയറിയ പോലെ ഒരു ഫീലിംഗ്, കുത്തിച്ചോമ വരുന്നുണ്ട്. അപ്പോൾ മുളയിലേ നുള്ളണം അത്തരം പ്രശ്നങ്ങളെ. അപ്പോൾ അതൊക്കെ ചെയ്ത് നമുക്ക് ഒരു ഏർലി ഡിന്നർ കഴിച്ച് ഏർലി സ്ലീപ്പ് ആവാം. അപ്പോൾ നമ്മളങ്ങനെ കുളിയും തെളിയൊക്കെ കഴിഞ്ഞ് ഏർലി ഡിന്നറിന് ചെന്നു. രവി നമ്മുടെ കെയർ ടേക്കർ നല്ല ഹെൽപ്ഫുള്ളായിട്ട് മനുഷ്യനാണ് കേട്ടോ. ഓണറുടെ പോലെ തന്നെ പുള്ളിയും വളരെ ഇൻവോൾവ് ആണ്. ടൊമാറ്റോ സൂപ്പ് തുടങ്ങിയ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ബുഫേ ഡിന്നർ നൈസ്. ആഹാ നൈസ്. ഓ പൊട്ടറ്റോ വെരി ഗുഡ്. പിന്നെ നമ്മുടെ വൺ ആൻഡ് ഓൺലി ചിക്കൻ കറി, അതില്ലാത്ത പരിപാടിയില്ല. അങ്ങനെ നമ്മുടെ 17th ഡേ ഇന്ന് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല വഴികളുണ്ടായിരുന്നു, മോശം വഴികളുണ്ടായിരുന്നു, ധാരാളമായിട്ട് മോശം വഴികളുണ്ടായിരുന്നു. എല്ലാവർക്കും ഫ്രീ ബോഡി മസാജ് കിട്ടി, വണ്ടി കുത്തി ഇളകി. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വണ്ടിയിൽ ഇരുന്നിട്ടൊരു സംഭവം ഉണ്ടായത്, ബോഡിക്കൊരു വേദന. അതിൻ്റെ ഒപ്പം ഭയങ്കര പൊടിയുള്ള മേഖലയത് ഈ താങ്ങും അതുപോലെ ടുട്ടുക്ക് ഒക്കെ. പിന്നെ എന്താണ് പോപ്ലാർ മരത്തിൻ്റെ ഒരു പഞ്ഞിങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കാം. പിന്നെ ഇന്നലത്തെ കടന്നിട്ടുണ്ട് ത്രോട്ട്. എനിക്കിത്തിരി ചെസ്റ്റിലൊരു ചെറിയ ഇൻഫെക്ഷൻ പോലെ കിട്ടിയിട്ടുണ്ട്. ചുമ ഉണ്ട്. ഡോക്ടറെ വിളിച്ചു. കഴിഞ്ഞ യാത്രയിൽ ഒരെണ്ണം കിട്ടിയതാണല്ലോ, ഭീകരമായിട്ട് കൊണ്ടു നടന്ന് ശബ്ദമൊക്കെ പോയി ആകെ പ്രശ്നമായതാണ്. അപ്പോൾ അതിന് അങ്ങനെ അത് കാരണം ഇപ്പോൾ ഫസ്റ്റ് സൈഡിന് തന്നെ ഡോക്ടറെ വിളിച്ചു. മെഡിസിൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു, ഇന്ന് തന്നെ അത് കഴിച്ചോളാൻ പറഞ്ഞു. ഇത് ചെയ്തു. നാളത്തേക്ക് കുറച്ച് ബെറ്റർ ആവേണ്ടത്. തണുപ്പ് തീരെ പറ്റണേ ഇപ്പോൾ. അപ്പോൾ ശരിയാവും. ശരിയാവുമല്ലോ. കാരണം അത് ശരിയായ വഴിയാണ് ശരിയാവാത്തൊരു കാര്യം. നമ്മൾ നാളെ ഉദ്ദേശിക്കുന്നത് പാങ്കോങ് പോകാനാ. പാങ്കോങ് തടാകം കണ്ട് നമ്മുടെ പ്ലാൻ എവിടേക്കാണ്? ഹാൻലേയിൽ പോയി നിൽക്കാനാണ്. അപ്പോൾ ഈ ലഡാക്കിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലമാണ് അത്രേ ഹാൻലേ. കുറച്ചും കൂടി ഓൾട്ടിറ്റ്യൂഡാണ്. ലേ പോലെയോ ഇവിടെ നല്ല ചൂടെന്ന് വെച്ചാൽ 10,000 അടി ഫീറ്റ്. ഹാൻലേ കൂച്ചം തണുപ്പാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിലെല്ലാം ഇങ്ങനത്തെ 2 സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നോക്കണം. എന്തായാലും പാങ്കോങ്ങിൽ പോകും. പാങ്കോങ്ങിക്കുള്ള വഴിയും ഡെർബുക്ക് വരെ മോശമാണെന്നാണ് ഇപ്പോൾ നമ്മുടെ ഈ 70% മോശം റോഡാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആസ് പെർ പ്ലാൻ ഒരു 7 മണിക്കൂർ, നാളെ 7 മണിക്കൂർ 8 മണിക്കൂർ ഓടണം. ഈ ടെറൈനിൽ കൂടിയാണ് കേട്ടോ. ഇന്നോടി ഒരു 7-7.5 മണിക്കൂർ ഇന്നോടി. അപ്പോൾ നമുക്ക് നാളെ എന്തായാലും കാലത്ത് 6 മണിക്ക് ഇറങ്ങാം. പാങ്കോങ് ലക്ഷ്യമാക്കി നമ്മൾ ഇറങ്ങും. പിന്നെ വഴിയുടെ ഹാൻലി ലക്ഷ്യമാക്കി പോകും. എവിടെ എത്തുന്നു അവിടെ കിടക്കും. പാങ്കോങ് കാണണം. പാങ്കോങ് വളരെ വിശേഷപ്പെട്ട സ്ഥലമാണ്. ഇപ്പോൾ ലേക്ക് വളരെ അറിയപ്പെടുന്ന ബ്ലൂ മെറൈൻ ലേക്കാണ്. അപ്പോൾ അത് നമ്മളെന്തായാലും പാങ്കോങ്ങിൽ എത്തണം. അപ്പോൾ നാളെ 6 മണിക്ക് ഇറങ്ങുന്നു. അപ്പോൾ വേഗം ഉറങ്ങാമെന്ന് വിചാരിക്കുന്നു. സോ സൈനിങ് ഓഫ് ഫ്രം FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്. ഗുഡ് നൈറ്റ്.